ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനും ഉമ്മയും കൂടിയും ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. ടൈം ഒരു 4:30-5 മണി ആ ഒരു ടൈം ആയിക്കോണം. അപ്പോൾ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് പോണത്. ഞങ്ങൾ ചെറുപ്പളശ്ശേരിയാണ് കേട്ടോ പോണത്. സ്കൂളിൻ്റെ നേരെ മുന്നിലുള്ളൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോണത്. അങ്ങനെ അറിയൊന്നുമില്ല, മേമ പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ടോ. ഇതിൽ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെയൊക്കെ കാണിച്ചു. പിന്നെ മല ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. മൂത്രമൊക്കെ ഉമ്മാക്ക് മൂത്രത്തിൽ പഴുപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് ഡോക്ടറിനെ കാണാനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടാനാണ് കുറച്ച് വൈകിയത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ ഒരു 7 മണി ആ ഒരു ടൈം ആയപ്പോൾ എല്ലാം തീർന്നു. ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു സോയമോളടുത്ത് ഒന്ന് പോയി ചെന്നോളാൻ കരുതിയിട്ട്. എന്തായാലും ഞങ്ങൾ തോതൊക്കെ കൂടിയാണ് പോകുക. അപ്പോൾ ഓളെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാൻ കരുതി. ഓൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ കയറിയിട്ട് ഒരു ബേക്കറി കടയിലും കയറിയിരുന്നു. പിന്നെ എനിക്ക് ഞാൻ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് വേറൊരു ഷോപ്പിലും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ സോയിൻ്റെ അടുത്ത് വന്നിട്ടോ. അപ്പോൾ അത് ഓൾക്ക് ആ മുട്ടായിയൊക്കെ കൊടുത്തു. അത് പിന്നെ ഓൾ എല്ലാവർക്കും ഒരേക്കിൽ തുടങ്ങിയിട്ടോ. അങ്ങനെ ഓൾക്കുള്ളത് ഓൾ വേറെ മാറ്റി വെച്ചു. പിന്നെ സൊപ്പൂനും എനിക്കും എല്ലാവർക്കും തന്നു കേട്ടോ. എന്നിട്ട് ഓളോളെ പുതിയ സ്കൂട്ടറൊക്കെ ഓടിച്ച് കാണിച്ചു തരാൻ കേട്ടോ. എനിക്ക് ഞങ്ങൾ ഇവിടെ ഓട്ടിനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഓടിച്ച് കാണിച്ചു തന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ചായ കുടിച്ചു. ചായക്ക് മുറുക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അതിന് ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിൽ പോകാൻ കേട്ടോ. നീ ഒറ്റക്കാണ് വീട്ടിൽ. അപ്പം ഞങ്ങൾ പോരുമ്പോൾ നീ ഉറങ്ങിയായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴും ഉറങ്ങിയിരുന്നു. കഴിച്ച് നീച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഉറക്കപ്രാന്തിയാണോള്. പിന്നെ എനിക്കും നീക്കും മകൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ ബൈ.